അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫീൽഡ് മാർഷലാണ് അസീം മുനീർ എന്ന പാകിസ്ഥാന്റെ കരസേനാ മേധാവി. എന്നാൽ ഈ അസീം മുനീറിനെ സൂക്ഷിക്കണമെന്നാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് ട്രംപിന് എത്തിയിരിക്കുന്നത്. ഫോക്സ് ന്യൂസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലവർ പറയുന്നു, ഇറാന്റെ IRGC ആർമിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് മുനീർ. വളരെ കാലമായി ദീർഘകാല ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരനായി മുനീർ നിൽക്കുന്നതിനെ കരുതലോടെ മാത്രമാണ് കാണേണ്ടത്, സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇരുഭാഗത്തും നിൽക്കുകയും ഇറാനോടൊപ്പം ചേർന്ന് നിന്ന് ഭാവിയിൽ ഒരു ഇറാൻ പാകിസ്ഥാൻ സഖ്യം രൂപീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്ന് പറയുന്നു. ഇതിനവർ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തിയ ആ ഒരു നീക്കത്തിന് ഇരുപക്ഷവും നിന്നുകൊണ്ട് ഡബിൾ ഗെയിമാണ് അന്ന് പാകിസ്ഥാൻ കളിച്ചത്. അത് ഓർമ്മ വേണം. അതായത് മുനീറിനെ കൂടുതലായി അടുപ്പിച്ചു നിർത്തുമ്പോൾ ഓർക്കണം, ഇതൊരു ചതിയാണ്. അമേരിക്ക ചതിയിൽ പെട്ടുപോകാൻ ഇടയാകരുത് എന്ന്. ഭാവിയിൽ ഇറാനും പാകിസ്ഥാനുമായി ഒരു സഖ്യം ഉണ്ടാകുകയാണ്. ദക്ഷിണേഷ്യ മുഴുവൻ ആ സഖ്യത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാകും. ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഷിപ്പുകൾക്ക് നേരെ നടന്ന വെടിവെപ്പും ഇത്തരത്തിലൊരു ബന്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം ഈ സൈനിക കമാൻഡർമാരുമായി അടുത്ത ബന്ധമുള്ള ഒരു സൈനിക മേധാവിയാണ് പാകിസ്ഥാന്റെ അസീം മുനീർ. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ ട്രംപിന് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.